ഈ മോഹൻ കുന്നുമലിന് കേരള സർവകലാശാല വി സി ആവാൻ എന്ത് യോഗ്യതയുള്ളത്? ഇൻചാർജായിട്ട് രണ്ടാമത് അപ്പോയിന്റ് ചെയ്തിരിക്കുക. ആരോഗ്യ സർവകലാശാലയാവാൻ അദ്ദേഹം ഡോക്ടർ എന്ന നിലയിൽ യോഗ്യനാവാം. കേരള സർവകലാശാല പോലെ ഒരു സർവകലാശാലയുടെ തലപ്പ് തിരിക്കാൻ എന്ത് യോഗ്യതയാണ് മോഹൻ കുന്നുമലിനുള്ളത്? താൽക്കാലിക ചാർജുള്ള ഒരു വി സി എന്നല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ഈ ചാൻസലറുടെ ഉദ്ദേശം ഏറ്റവും മികച്ച ക്വാളിഫൈഡ് ആയ വി സിയെ കൊടുക്കുക എന്നുള്ളതല്ല. ഈ സർവകലാശാലകൾ പിടിക്കുക, ആ സർവകലാശാലകളിലെ പഠനാന്തരീക്ഷത്തെ, അധ്യയനാന്തരീക്ഷത്തെ പൂർണ്ണമായിട്ടും മുതലെടുത്ത് അവിടെ സിലബസ് പരിഷ്കരണമടക്കം, പഠന രീതിയിലടക്കം, വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രവർത്തനങ്ങളിലടക്കം ഇടപെട്ട് ഇപ്പോൾ മുൻപിൽ നിൽക്കുന്ന റാങ്കുകളെ പിന്നിലേക്ക് മാറ്റണം. കാര്യം സർവകലാശാലകൾ വിദ്യാർത്ഥികൾ ചരിത്രം പഠിച്ചാൽ, അറിവും വിജ്ഞാനവും പകർന്നു വന്നാൽ സ്വാഭാവികമായും സംഖ്യവൽക്കരണത്തിന് സാധ്യതയില്ലാതെ വരും. അതുകൊണ്ടാണ് അവർ ആദ്യം നോട്ടമിടുന്നത്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, അവർ ചരിത്രവിരുദ്ധന്മാരായി മാറിയാൽ, വിജ്ഞാനത്തെ നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വളരെ വേഗം പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാം. അതാണ് അവിടെ സംഭവിക്കുന്നത്. പൂർവാശ്രമത്തിലെ ഒരു ഇടതുപക്ഷ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം? അങ്ങനെയുള്ള ആൾക്കാരല്ലേ വളരെ പെട്ടെന്ന് കാലുമാറി ചാണകക്കുഴി ചാടിയാലുണ്ടല്ലോ, പിന്നെ ചാടിയ മനുഷ്യൻ സ്വർണം കൊണ്ട് നിർമ്മിച്ച ആളാണെന്ന് പറഞ്ഞാലും ചാണകമാണ് സുജയ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതെല്ലാവരുടെ കാര്യത്തിലും ബാധകമാണ്.